നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് മെഷർമെന്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. നോർമൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ലെങ്ത് ആണ് എടുക്കാൻ പോകുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് തൊട്ടിട്ട് താഴെ വരെ എത്രയാണോ നിങ്ങൾക്ക് നീളം വേണ്ടത് അവിടം വരെയുള്ളതാണ് ലെങ്ത് എന്ന് പറയുന്നത്. സോ അത് ഞാനിവിടെ 13 ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അപ്പർ ചെസ്റ്റ് ആണ് നോക്കാനുള്ളത്. അപ്പർ ചെസ്റ്റ് എന്ന് പറയുമ്പം കൈയുടെ താഴെയും ബസ്റ്റിന്റെ മുകൾ ഭാഗത്ത് എടുക്കുന്ന അളവാണ് അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സെന്റർ ചെസ്റ്റ് അളവാണ്. നെഞ്ചിന്റെ നടുഭാഗമാണ് സെന്റർ ചെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷോൾഡർ ഫിനിഷിംഗ് ആണ്. നമ്മുടെ ഷോൾഡർ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് ഷോൾഡർ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ലെങ്ത് നോക്കാം. ഷോൾഡർ എൻഡ് ചെയ്യുന്ന സ്ഥലം തൊട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അവിടം വരെയുള്ളതിനാണ് സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ലീവ് റൗണ്ട്. നമ്മൾ നേരത്തെ സ്ലീവ് ലെങ്ത് എടുത്തില്ലായിരുന്നോ? ആ സ്ലീവ് ലെങ്ത് എടുത്തിടുന്ന തൊട്ടിട്ടാണ് സ്ലീവ് റൗണ്ട് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് മിഡിൽ ഹാൻഡ് റൗണ്ട് എന്ന് പറയുന്നത്. ഷോൾഡറിന്റെയും എൽബോയിന്റെയും സെന്റർ ഭാഗത്തെയാണ് നമ്മൾ ഇവിടെ മിഡിൽ ഹാൻഡ് റൗണ്ട് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും ആണ് എടുക്കാനുള്ളത്. ഹയസ്റ്റ് ഷോൾഡർ പോയിന്റ് തൊട്ടിട്ട് താഴത്തേക്ക് എത്ര ലെങ്ത് വേണോ അത്രയും എടുക്കുന്നതിനെയാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത് എന്നും പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലെങ്ത് 6 എടുത്തതെന്ന് വെച്ചാലും ഇവിടെ നിന്നുള്ള ഭാഗവും 6 ആയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് ലൂസ് ആണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ആക്ച്വൽ വേസ്റ്റിന്റെ സർക്കംഫറൻസസ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് ഡോട്ട് പോയിന്റ് ആണ് നോക്കാനുള്ളത്. ഷോൾഡറിൽ നിന്ന് ബസ് പോയിന്റിലേക്ക് എത്ര ലെങ്ത് ഉണ്ടോ അതിനെയാണ് നമ്മൾ ബസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. യുണിക്ഷതിൽ എല്ലാ മെഷർമെന്റ്സും ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുക. സോ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. മെഷർമെന്റ് എടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് അയച്ചാൽ മതിയോ. ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും മെസ്സേജ് അയച്ചാലും മതിയാവും.